അതെടുത്തിട്ട് ഞങ്ങളെ വഴിക്ക് പോയിക്കൊള്ളാം. വിഗ്രഹം നിങ്ങൾ എടുത്തോ? ചേച്ചി ചേച്ചി പറ, നിങ്ങൾ വിഗ്രഹം എടുത്തോ? കുഞ്ഞിനൊന്നും ചെയ്യാതിരുന്നാ മതി. അയ്യോ അയ്യോ വേണ്ട. അയ്യോ എന്റെ മോള്. മേനോന്റെ ആൾക്കാർ ഇപ്പൊ വന്ന ആകെ പ്രശ്നമാവല്ലോ. അഷിര എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? ഈ ദുർഗയ്ക്ക് ഉറക്കമില്ലേ? മനോഭിലഷിതം ദേവി വരം ദേഹി നമോസ്തുതേ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ. ഓം സർവചൈതന്യരൂപാദാം ആദ്യാം ദേവിശ്ച ധീമഹി ബുദ്ധിം ജ്ഞാനഃ പ്രചോദയാത് കാർത്യായനി മഹാമായേ ഭവാനി ഭുവനേശ്വരി. സംസാരസാഗരെ മഗ്നം മാമുദ്ധര കൃപാമയീ. ബ്രഹ്മ വിഷ്ണു ശിവാരാധേ പ്രസീദ ജഗദംബികേ. ഹലോ ഹലോ, ഞങ്ങളെത്തി. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ. എല്ലാരും കിടന്നില്ലേ? അവിടെ ആരോ നാമം ചൊല്ലുന്ന ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. ഗൗരി നാരായണി അത് ദുർഗ എന്റെ ഭാര്യയാണോ? ഈ സമയത്ത് എല്ലാരും ഉറങ്ങുമെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാൻ? ഇവരൊക്കെ ഇപ്പൊ പ്രാർത്ഥിക്കാൻ വരുന്നത് ഞാൻ വിചാരിച്ചു. ഞങ്ങളിപ്പോ എന്താ ചെയ്യേണ്ടത്? ആര് തടസ്സം നിന്നാലും അവരെ കൊന്നിട്ടാണെങ്കിലും വിഗ്രഹം കൊണ്ടേ ചെല്ലാവുന്ന മേനോ സാർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഞാൻ എന്റെ ഭാര്യ എങ്ങനെയെങ്കിലും പറഞ്ഞ അകത്തേക്ക് കയറ്റാം. അപ്പൊ മറ്റേ പെണ്ണോ, ദുർഗ? അവളെ കൊന്നിട്ടായാലും നിങ്ങൾ വിഗ്രഹം എടുത്തോണ്ട് പൊക്കോ. ഓക്കെ. നിങ്ങളൊരു 5 മിനിറ്റ് കഴിഞ്ഞ് അകത്തേക്ക് ഇറക്കോ. അതിനുള്ളിൽ ഞാൻ അശ്വതിയെ പറഞ്ഞയച്ചോളാം. ഓക്കെ എന്നാ ശരി. ഓക്കെ. ബുദ്ധിം ജ്ഞാനഃ പ്രചോദയാത് കാർത്യായനി മഹാമായേ ഭവാനി ഭുവനേശ്വരി. സംസാരസാഗരെ മഗ്നം മാമുദ്ധര കൃപാമയീ. ബ്രഹ്മ വിഷ്ണു ശിവാരാധേ പ്രസീദ ജഗദംബികേ. മനോഭിലഷിതം ദേവി ദേവി നാരായണ. പൃഥ്വി എവിടെ പോയതാ? അവനിവിടെ വന്നോ? ഞാനൊന്ന് ഫോൺ ചെയ്യാൻ പോയതാ. മോള് റേഞ്ചില്ല, അതാ. അഷിപ്, താനെന്താ ഈ രാത്രിയിൽ ഇവിടെ വന്നിരിക്കുന്നേ? ഞാനിവിടെ ദേവിയെ പ്രാർത്ഥിക്കാനിരുന്നതാ. താൻ എങ്ങനെ രാത്രി മുഴുവൻ ഇവിടെ ഇരിക്കും? ഇപ്പോഴേ ഉറക്കം വരുന്നുണ്ട്. വെറുതെ സ്ട്രെയിൻ എടുക്കല്ലേ. അതൊന്നും സാരമില്ല. പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് നാമം ചൊല്ലുന്നത് കുഞ്ഞിന് നല്ലതാണെന്ന് എല്ലാരും പറയാറുണ്ടല്ലോ. അതൊക്കെ ശരി തന്നെയാ. എന്ന് കരുതി രാത്രി ഉറക്കൊഴിഞ്ഞിരുന്ന് നാമം ചൊല്ലണമെന്നൊന്നുമില്ല. എന്നും രാവിലെയും വൈകിട്ട് നാമം ചൊല്ലിയാലും മതി. ഇവളെന്താ എണീറ്റ് പോവാത്തെ? അഷിപ്, വാ എഴുന്നേക്ക്. വെറുതെ സ്ട്രെയിൻ എടുത്ത് അസുഖം വരുത്തി വെക്കണ്ട. വാ വാ എഴുന്നേക്ക്. വാ എഴുന്നേക്ക് എഴുന്നേക്ക്. വാ വാ വാ. ഓ ഓ പൃഥ്വി, വാ. ഓ ഓ പോ 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 പോ. വാ. കിരൺ അവരകത്തേക്ക് പോകുന്നുണ്ട്. ആ ഓക്കെ ഓക്കെ ഓക്കെ. സാറത്തി അവിടെ താഴെയുണ്ട്. സേഫാ. കേറിക്കോ കേറിക്കോ. കേറ്. കിരൺ, മീനോന്റെ ആൾക്കാർ വന്നിട്ടുണ്ട്. ആരാ നീയൊക്കെ? എന്തിനാ വീടിനകത്ത് കയറിയത്? ചോദിച്ച കേട്ടില്ലേ? ഇറങ്ങിപ്പോ. ദുർഗ ദുർഗ, ഞാൻ വരണോ? വേണ്ട വേണ്ട, മര്യാദയ്ക്ക് വേഗം ഇറങ്ങിപ്പോയ്ക്കോ. ഇല്ലെങ്കിൽ ഞാനിപ്പോ പോലീസിനെ വിളിക്കും.
ആരാ അവിടെ? ഇതൊക്കെ ആരാ? രാത്രിയിലും പിരിവുകാരാ? ആരാ നിങ്ങളൊക്കെ? ആരാ നിങ്ങള്? ചോദിച്ചത് കേട്ടില്ലേടാ? ആരാ നീയൊക്കെ? വേഗം വന്ന വഴിക്ക് തിരിച്ചു പോവാൻ നോക്കി. എന്തോ കാണിക്കുന്നു? കുഞ്ഞിനെ വിടാൻ. ഒറ്റ ഒരുത്തന്റെ ശബ്ദം വിളി കേൾക്കരുത്. ആരെങ്കിലും ഒച്ച വെച്ചാൽ ഈ കുഞ്ഞിനെ തിരിച്ചു വിട്ടെന്ന് കരുതണ്ട. എടാ ഒന്നും ചെയ്യരുത്, എന്റെ മോളെ ഒന്നും ചെയ്യരുത്. കുഞ്ഞിനെ വിടാനില്ലടാ പറഞ്ഞ. നിങ്ങൾ എന്തിനാ ഈ വീട്ടിൽ അക്രമം കാണിക്കുന്നത്? ഞങ്ങളെ ഉപദ്രവിക്കാൻ പോയി തരുമോ? ഞങ്ങൾ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നതല്ല. ഞങ്ങൾക്ക് ഈ വിഗ്രഹം വേണം. അതെടുത്തിട്ട് ഞങ്ങൾ ഞങ്ങളെ വഴിക്ക് പോയിക്കൊള്ളാം. വിഗ്രഹം നിങ്ങൾ എടുത്തോ? ചേച്ചി ചേച്ചി പറ, നിങ്ങൾ വിഗ്രഹം എടുത്തോ? കുഞ്ഞിനൊന്നും ചെയ്യാതിരുന്നാ മതി. അയ്യോ അയ്യോ വേണ്ട. അയ്യോ എന്റെ മോള്, മോളെ വിട്. അമ്മേ, മഹാമായേ, ഞങ്ങൾക്ക് ഇതല്ലാതെ വേറെ ഒരു വഴിയുമില്ല. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ. ഞങ്ങളെ രക്ഷിക്കണേ ദേവി. എല്ലാം ദേവിയുടെ അനുഗ്രഹം പോലെ നടക്കൂ. അമ്മേ, മഹാമായേ, രക്ഷിക്കണേ. മനുഷ്യന്റെ കണ്ണിലെ ഇരുട്ടിനെ അകറ്റി വെളിച്ചം നൽകുന്നവളെ, അമ്മേ, ദേവി, കാത്തോളണേ. കിരൺ, നീ ഇൻസുച്ചിനടുത്തേക്ക് ചെല്ല്. ശരി, ഓക്കെ. അമ്മേ, അമ്മേ, കാത്തോളണേ. ഓഫ്. അയ്യോ കറണ്ട് പോയില്ല. കറണ്ട് പോയോ? മോളെ, എന്റെ മോള്. അയ്യോ സരവാ മോള്. അയ്യോ, അതോ ഫ്യൂസ് പോയതാണ്. ഇതെന്ത് പറ്റി? അയ്യോ, ചെറിയ